അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഉള്ള കാര്യത്തെപ്പറ്റി പറയാനായിട്ടാണ് തമിഴെ കൊടുത്ത മാതിരി നമ്മൾ ചില കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യും. ചില കാര്യങ്ങളെല്ലാം പല കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ചെയ്യും. ഒരുപാട് ഇപ്പോൾ ഉപ്പിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും ഒന്നും ശരിയാകുന്നില്ല, ഇതെന്നെ ഇങ്ങനെയെന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യങ്ങളും കൂടെ ഒക്കെ ശ്രദ്ധിച്ചാലേ ഉള്ളൂ, നമ്മളെല്ലാം കൂടെ ഒക്കെ ഒന്ന് നോക്കിയാലേ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. പിന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആരും ഹൈപ്പൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങളോർക്കും ഞാൻ വല്ല ജോൽസിനൊന്നുമല്ല കേട്ടോ. നമ്മളൊരു വീട്ടിലുള്ള ഒരു സ്ത്രീകൾ, നമ്മൾ കുടുംബത്തിരിക്കുന്ന പെണ്ണുങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഈ വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങൾ. ഇത് പലരിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവിൽ നിന്നൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമ്മൾ വിളക്ക് കത്തിക്കുന്നതിനും ഒക്കെ ഓരോ രീതിയുണ്ട്. വിളക്ക് കത്തിക്കുന്നതിന് ഒരു രീതി എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അല്ല, വിളക്ക് കത്തിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ട്, അവർ ഭയങ്കര വിളക്ക് കത്തിക്കും, ബാക്കിയുള്ളവർ അവരുടെ തോന്നിയ പോലെ നടക്കും. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ എന്നാ ചെയ്താലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് വെച്ചാൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ വീടിൻ്റെ വാതിൽക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എപ്പോഴും നമ്മൾ വിളക്ക് കത്തിക്കുമ്പം തിണ്ണയെങ്കിലും തൂത്ത് വൃത്തിയാക്കി വെച്ച് വേണം. മിക്കവരും തിണ്ണ വിളക്ക് കത്തിക്കുന്നവരുണ്ട്, അകത്ത് വിളക്ക് കത്തിക്കുന്നവരുണ്ട്. അകത്ത് വിളക്ക് കത്തിച്ചാലും തിണ്ണ വിളക്ക് കത്തിച്ചാലും നമ്മളൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുക, ഒന്ന് തൂത്തിടുക. നമ്മൾ അവിടെ വെച്ചാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ നമ്മൾ ദിവസം അവിടെ തുടച്ചതിന് ശേഷം ഒന്ന് വിളക്ക് കത്തിക്കുക. കാര്യം എന്നാന്ന് ചോദിച്ചാൽ സിറ്റ് ഔട്ട് മാത്രമല്ലേ ഉള്ളൂ, അവിടെ നമുക്ക് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പലരും കയറി ഇറങ്ങി നടക്കുന്നിടമാണ്. ആ നടക്കുന്നതിൻ്റെ അവിടെ ഒരു നെഗറ്റീവായിട്ടാണ് ചെരുപ്പിട്ട് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നതിന് ചുമ്മാ ഒന്ന് തൂത്തേച്ചൊന്ന് വിളക്ക് കത്തിച്ചാൽ ആ ഒരു നെഗറ്റീവ് ഒന്നും അവിടുന്ന് പോകത്തില്ല. നിങ്ങൾ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സിറ്റ് ഔട്ടും തുടയ്ക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു നുള്ളൊരു ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് നീര് അതിനകത്ത് ഒഴിച്ചാലും മതി. ഉപ്പ് കല്ലിട്ട് ചിലപ്പോൾ പാലത്തൊന്നും വരത്തില്ല പെട്ടെന്ന്. നമ്മൾ ഒരിച്ചിരി ഉപ്പ് നീരൊന്ന് അതിനകത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കല്ലുപ്പിൻ്റെ വേണം കേട്ടോ, പൊടിയുപ്പിൻ്റെ അല്ല കല്ലുപ്പിൻ്റെ. ആ ഒരു കല്ലുപ്പിൻ്റെ നീര് കൂടെ അതിനകത്ത് ഒഴിച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ട് നമ്മളൊന്ന് തുടച്ചൊന്ന് തറയൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊന്ന് വിളക്ക് കത്തിക്കുക. ചിലർ തറ ചുമ്മാ വിളക്ക് കത്തിച്ച് കത്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഒന്നെങ്കിൽ ഒരു പലകയിലോ അല്ലെങ്കിൽ ഒരു തട്ടത്തിലോ ആയിരിക്കണം നമ്മൾ വിളക്ക് വെച്ച് കത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കും. നമ്മുടെ വീണ്ടും മുറ്റത്ത് എന്തെങ്കിലും ഒരു ചെടി അല്ലെങ്കിൽ ഒരു തുളസിക്കതിരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പറിച്ചൊന്ന് വെക്കുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടാകും. പിന്നെ നമുക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് നമ്പറിലെ വാതിക്കെ നമ്മൾ നോക്കുക. ചെരുപ്പ് ചിലർ കൊണ്ടുവന്ന് നട്ടവാതിക്കെ അത് വിളക്ക് കത്തിച്ചില്ലേ പോലും നമുക്ക് ദോഷമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ വഴക്കുണ്ടാക്കുന്ന ഒരൊറ്റ കാര്യത്തിനാണ് ഇവിടെ ഉള്ളവരുടെ. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ചെരുപ്പെടുത്ത് മാറ്റി വെക്കലാണ് പരിപാടി. കാര്യം നമ്മളിത് അറിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നമുക്കത് അങ്ങനെ ചെയ്ത് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലൊരു ഇതാണ്, ഇത് നെഗറ്റീവ് ആണല്ലോ കാണിക്കുന്നത്. നമ്മൾ പുറത്ത് പലയിടത്ത് നടന്നേച്ച് വരുന്ന ചെരുപ്പാണ്. അത് നമ്മുടെ വാതിലിൻ്റെ നേരെ ഒരിക്കലും ഊരിയിടരുത്. ഒരു സൈഡിലോട്ട് ഒതുക്കി വേണം ഊരിയിടാനായിട്ട്. അല്ലാതെ ചിലരുണ്ട് കൊണ്ടുവരുന്ന വാതിക്കെ തന്നെ, അത് പ്രത്യേകിച്ച് വീട്ടിലെ ആണുങ്ങളാണ് കൂടുതലും കാണിക്കുന്നത്, വരുന്നതേ അവർ ചെരുപ്പ് ഊരിയ ചണകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആ വാതിക്കെ തന്നെ ഇടും. എല്ലാ ആണുങ്ങളെയും ഞാൻ പറഞ്ഞു കേട്ടോ, ചിലരൊക്കെ ഇതൊക്കെ നോക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെരുപ്പ് ആ വാതിക്കെ നിരത്ത് മാറ്റി ഒരു സൈഡിലോട്ട് ഒതുക്കിയിടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ആ ചെരുപ്പ് അങ്ങനെ വാതിക്കിടരുത്. രണ്ടാമത്, നിങ്ങൾ ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മുഷിഞ്ഞ തുണികൾ അത് വാതിക്കെ കൊണ്ടിടരുത്. വാതിക്കെ കൊണ്ടത് മുഷിഞ്ഞ തുണികളെല്ലാം കൂടി ഇട്ട് ആ തുണി അവിടെ കിടക്കും. ചിലപ്പോൾ ഇട്ടേ ചൂരുന്നൊരു ഷർട്ടായിരിക്കും, അത് വാതിക്കലോട്ടിടും. ചിലപ്പോൾ കസാരയിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. മുഷിഞ്ഞ തുണികൾ അവിടെ ഇടാതിരിക്കുക. അങ്ങനെയുള്ള മുഷിഞ്ഞ തുണികളൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരുന്നൊരു കാര്യമാണ് നമുക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ മുഷിഞ്ഞ തുണി കിടക്കുന്നത്. പിന്നെ ചിലർ കാണിക്കുന്ന പരിപാടിയുണ്ട്, ഈ വിളക്ക് അങ്ങോട്ട് കത്തിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കുളിച്ചേച്ചൊരു വരവുണ്ട്. മിക്കയിടത്തും ചിലരും കാണിക്കുന്നതാണ്. അത് പുറത്തൊക്കെ ബാത്റൂമൊക്കെ ഉള്ളവരാണ്. അങ്ങനെ പുറത്തുനിന്ന് കുളിച്ചേച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ തോർത്ത് വാതിക്കലോട്ടങ്ങ് വിരിച്ചിടും. അതും കാണിക്കുന്നത് നെഗറ്റീവാണ്. അത് നമുക്ക് ഭയങ്കര നെഗറ്റീവാണ് ആ കാണിക്കുന്നത്. ആ തോർത്ത് നമ്മൾ വിരിച്ചിടുന്നത്, ആ തോർത്ത് വേറെ എവിടെയെങ്കിലും മാറ്റിയിടുക. പിന്നെ ഒരു കാര്യം തന്നെ, ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങളിപ്പം ഒരു 5:45 കഴിയുമ്പോഴാണ്, നമ്മൾ സൂര്യ അസ്തമിച്ച് വരുന്ന സമയത്താണ് നമ്മൾ വിളക്ക് കൊളുത്തേണ്ടതെന്നാണ് പറയേണ്ടത്. അത് മിക്കപ്പോഴും ഒരു 5:45 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൂര്യാസ്തമയത്തിൻ്റെ ഓരോ ദിവസം ഇച്ചിരി മാറിയിരിക്കും. ആ സമയത്ത് നമ്മൾ കത്തിച്ചതിന് ശേഷം നമ്മളൊരു 6:30 കഴിഞ്ഞ് 6:45 ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളക്കണയ്ക്കാൻ വരും. അതിൽ കൂടുതൽ സമയം ഇരിക്കുന്നൊരു ദോഷമൊന്നുമില്ല, ഇരുന്നാലും കുഴപ്പമില്ല. ആ സമയം നമുക്ക് വിളക്കണയ്ക്കാമെന്നാണ് പറയുന്നത്. 6:30 കഴിയുമ്പോൾ നമുക്ക് വിളക്കണയ്ക്കാമെന്നാണ് പറയുന്നത്. ഒരു 6:35 40 ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളക്കണയ്ക്കാമെന്നാണ് പറയുന്നത്. അപ്പം ഞാനിതൊരു ജോത്സ്യം പറഞ്ഞു തന്നെ എനിക്ക് ഉള്ള അറിവാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു ജോത്സ്യം തന്നെയല്ല, ഒത്തിരി പേര് അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത് കേട്ട് അങ്ങനെയുള്ള അറിവാണ്. അപ്പോൾ അങ്ങനെ വിളക്ക് ആ സമയത്ത് നമുക്ക് അണയ്ക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ കുളിക്കുക, ഈ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ കുളിക്കുക, അല്ലെങ്കിൽ ഈ വിളക്ക് അണച്ചതിന് ശേഷം നിങ്ങൾ കുളിക്കുക. ഈ വിളക്ക് അങ്ങോട്ട് ഒരാൾ കത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അടുത്തയാൾ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്നതായിരിക്കും. അതൊരു നെഗറ്റീവാണ്. നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര നെഗറ്റീവാണ്.
പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ചിലർ നമ്മളിവിടെ വിളക്ക് കത്തിയിലൊക്കെ ആയിരിക്കും അടുക്കള കിടന്ന് കല്ലും പിള്ളിയിട്ട് കില്ലില്ലാന്ന് ഇപ്പോൾ എല്ലാവരും മിക്സിയിലാണ് അരയ്ക്കുന്നത്. ഈ മിക്സിയിലാണെങ്കിലും ഒക്കെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സൗണ്ടുകളാണ് ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുന്ന നാമങ്ങൾ ഒരിക്കലും പുറത്തോട്ട് വരത്തില്ല. ആ നാമം ചെല്ലുന്ന ഒരിക്കലും പുറത്തോട്ട് വരരുത്. ഈ ബാക്കി ഇതാണ് നമ്മളവിടെ കേൾക്കുന്ന മൊത്തം. അതുപോലെ തന്നെ ചിലർ കാണിക്കുന്ന പരിപാടിയുണ്ട്, ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എല്ലാവർക്കും അങ്ങ് വിശപ്പ് കൂടും. അത് പ്രത്യേകിച്ച് പിള്ളേരും കൂടെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് അതിന് ഭയങ്കര വിശപ്പാണ്. ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക. ഈ വിളക്ക് കത്തിച്ച ഉടനെ തന്നെ നമ്മളിരുന്ന് ആഹാരം കഴിക്കാതിരിക്കുക. അതൊരു നെഗറ്റീവാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും മിറ്റവും തൂത്തുവാരി പരിക്കാൻ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിലർ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് തുണി അലക്കുന്ന ആ സമയത്ത് അതുവരെ അവർക്ക് സമയമില്ല. ആ ത്രിസന്ധി സമയത്താണ് തുണി അലക്കുന്ന സമയം നമുക്ക് കിട്ടുന്നത്. അത് പണ്ടുള്ളവർ പറയും നമ്മുടെ അയലോക്കത്തുള്ളൊരു തുണി അലക്കിയാൽ നമുക്കാണ് അയലോക്കംകാർക്കാണ് ദോഷം എന്ന് പറയും. പക്ഷേ ഒരിക്കലല്ല, ആ വീട്ടിലുള്ളവർക്ക് തന്നെയാണ് ആ ദോഷം. അയലോക്കത്തുള്ളവർക്ക് എന്നാ ദോഷം? അവർ നമ്മളായിട്ടൊരു ബന്ധവും വരുന്നില്ലല്ലോ. മതിൽ കേട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവരവരുടെ വേറെയായി, അല്ലെങ്കിൽ അവർ അതിൽ തിരിച്ചു കഴിഞ്ഞാൽ അത് വേറെ വീടായി. ഒരിക്കലും അയലോക്കംകാർക്ക് ദോഷം വരും. ആ വീട്ടിൽ തന്നെയാണ്, ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഒരു ദോഷം, ആ ഒരു നെഗറ്റീവ് നിൽക്കുന്നത്. ചിലരുണ്ട് സന്ധ്യ സമയമാകുമ്പോഴത്തേക്ക് വിളക്ക് കത്തിക്കാറങ്ങോട്ടാകുമ്പോഴത്തേക്ക് ഒരു തുണിയിലക്കും കുളിയും ബഹളവും ഭയങ്കര ഒരു ഇതാണ്. അതുവരെ ചുമ്മാ അവിടെ ഇവിടെ എല്ലാം ഇരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയിട്ട് വരുന്നവരാണെങ്കിൽ അന്നേരമാണ് അങ്ങോട്ട് എല്ലാ കാര്യത്തിനും ധൃതി വെച്ച് കയറുന്നത്. അത് ഒരു നെഗറ്റീവാണ്. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൂടുതൽ എല്ലാവരും മെഷീനകത്തൊക്കെ ആയിരിക്കും കഴുകുന്നത്. അതും ഒരു നെഗറ്റീവാണ്. മെഷീനകത്ത് കഴിച്ച് ആ ഒരു വിളക്ക് കത്തിച്ച് കഴിഞ്ഞേച്ച് പോയി തുണി വിരിക്കാൻ കുറച്ച് പേര് പോകും. ആ വിളക്ക് കത്തിച്ച് പോയി തുണി വിരിക്കാമെന്ന് പറയും. അതും ഒരു നെഗറ്റീവാണ്. നമ്മൾ ആ ഒരു സമയത്ത് അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് നമ്മുടെ വീട്ടിൽ ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ നമ്മുടെ ആ വിളക്ക് കത്തിക്കുന്ന സമയത്താണ് നമുക്ക് മഹാലക്ഷ്മി പടി കടന്ന് വരുന്ന സമയം എന്നാണ് പറയുന്നത്. അതിന് ഓരോരുത്തരും പറയും ആദ്യമേ വിളക്ക് കത്തിക്കാമെന്ന്. ഞാനിവിടെ വന്നു കഴിഞ്ഞാണ് കേട്ടോ ആ ഒരു രീതി കേട്ടിട്ടുള്ളത്. നേരത്തെ ആദ്യമേ വിളക്ക് കത്തിക്കുന്ന വീട്ടിൽ ആദ്യമേ മഹാലക്ഷ്മി വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരോട് നേരത്തെ വിളക്ക് കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ കത്തിക്കുന്നതിന് മുന്നേ അടുത്ത വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നത് കാണരുതെന്നാണ് പറയുന്നത്. അത് നമ്മൾ കാണുന്നത് നമുക്കൊരു നെഗറ്റീവാണ് വരുന്നത്. തൊട്ടടുത്ത വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന കണ്ടേച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് നെഗറ്റീവാണെന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം അത് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളത് ആദ്യമേ തന്നെ അവർ വിളക്കത്തിച്ച് വെച്ചേക്കുന്ന കണ്ടേച്ച് നമ്മൾ വിളക്കത്തിക്കാൻ വരുന്ന ഒരു നെഗറ്റീവാണ് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ആ സമയങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലർ ആ സമയത്ത് മിറ്റം തൂക്കാനായിട്ടൊരിറക്കമുണ്ട്. വിളക്ക് കത്തിക്കാറാകുമ്പോഴത്തേക്ക് ഓടി നടന്നൊരു തൂരും ഭാരും ഉണ്ട്. അതും നെഗറ്റീവ് തന്നെയാണ്. നമ്മൾ ആ സമയത്ത് മിറ്റം ചിലർ അയലോക്കത്തുള്ളവരൊക്കെ വഴക്ക് പറയും ചിലടത്തൊക്കെ, ഇപ്പോഴാണോ തൂക്കുന്നത്? അതെന്നാന്ന് ചോദിച്ചാൽ അവർ വഴക്ക് പറയുന്നത് അവരുടെ വിചാരം ഈ തൂക്കുന്ന സൗണ്ട് അവർക്ക് കേൾക്കുമ്പോൾ അത് അവർക്ക് നെഗറ്റീവായിട്ട് വരുന്നതുകൊണ്ടാണ് അവർ പറയുന്നത്. അത് അവർക്ക് നെഗറ്റീവായിട്ട് അത് പറയും. ഈ സന്ധ്യ സമയത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് എല്ലാവരും ഒക്കെ ശ്രദ്ധിക്കുന്ന എനിക്കറിയത്തില്ല, ഇങ്ങനെയും കേട്ടിട്ടുണ്ട്, നമ്മൾ ചപ്പ് ചവറിട്ട് കത്തിക്കാൻ പാടില്ലെന്ന് പറയുക. വിളക്ക് കത്തിച്ചതിന് ശേഷം ഈ ഇട്ട് തീ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞേക്കാം. വിളക്ക് കത്തിച്ചതിന് ശേഷം അതിന് മുന്നേ നമ്മൾ തൂത്തെല്ലാം വൃത്തിയാക്കി നമ്മൾ കുളിച്ച് ശുദ്ധിയായതിന് ശേഷം നമ്മൾ വിളക്ക് കത്തിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഈ വിളക്ക് കത്തിക്കുന്നതിൻ്റെ സമയത്ത് നമ്മൾ നോക്കേണ്ട ഇത്രയും കാര്യങ്ങൾ, ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പലരും പല രീതിക്ക് ഓരോന്നും ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നിട്ട് ഓരോ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി വീടിന് നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ സാമ്പത്തികം ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി സർവ്വവിധ ഐശ്വര്യങ്ങൾ വീടിന് വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ ഞാൻ പോലും ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും നല്ല ഐശ്വര്യം ഉണ്ടാകണം, നമുക്ക് സമാധാനം സ്വസ്ഥതയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകരുത്, അങ്ങനെ രോഗങ്ങൾ വരില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ചിലരുണ്ട് ഈ സന്ധ്യ സമയത്തേക്ക് വിളക്ക് കത്തിച്ചുമ്പോഴത്തേക്ക് ഈ കൊച്ചുങ്ങളെ എന്നേലും ഒരു നിർബന്ധം പിടിക്കും. ആ കുഞ്ഞുങ്ങളെ ഒന്ന് എന്നതേലും ഒന്ന് കാണിച്ചോ അല്ലെങ്കിൽ പറഞ്ഞോ അവരെ നിർബന്ധം മാറ്റിക്കുകയില്ല. കൊച്ചിനെ ഇട്ട് കുത്തി പിച്ചി അടിച്ച് മിണ്ടായിരിക്കും ഒച്ചയെന്ന് പറയുമ്പോൾ ആ കൊച്ചു ഒന്നും കൂടെ ഒച്ച കിടന്ന് കരയും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതും ഒരു നെഗറ്റീവാണ്. ആ സമയത്തൊക്കെ മൂദേവി ഒന്ന് പെരയ്ക്കാത്തൊരു കയറുമെന്നാണ് പറയുന്നത്. വെച്ചാൽ ചുമ്മാ കിടന്ന് കൊച്ചു കിടന്നങ്ങ് കരയുക, അല്ലാതെ ഇനി കരയുന്ന എന്നേലും ഒരു ചെറിയ കാര്യത്തിന് അതങ്ങ് സാധിച്ച് കൊടുത്തേക്കുവാണെങ്കിൽ അത് കരച്ചിൽ നിർത്തുവാണെങ്കിൽ അതങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ വാശിയാകും ഈ വീട്ടിലുള്ളവർക്ക്. ഇപ്പോൾ അമ്മയാണല്ലോ അപ്പനാണല്ലോ വീട്ടിലുള്ള ആർക്കാണ് അതിനൊക്കെ വാശിയാ, ഇപ്പം നീ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്നേഹത്തിൽ പറഞ്ഞ് മോനെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, നമുക്ക് അമ്പൂറ്റിയോട് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ ഒരു ഇതായിട്ട് കൊണ്ടുവരാൻ നോക്കത്തില്ല. ഈ ദേഷ്യം ഇവരുടനായിട്ട് രണ്ട് കൊട്ട് കൊടുക്കും, അതൊന്നും കൂടെ ഉറക്കെ കിടന്നങ്ങ് കാറും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ മൂദേവിയെ വന്ന് കയറും. നമ്മുടെ വീട്ടിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അന്നേരം വരുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് നമ്മൾ വീടിന് നല്ല സർവ്വത ഐശ്വര്യങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു വെച്ച് ഒരു സൈഡിൽ കൂടെ നമ്മളതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നടക്കത്തില്ല. ഒരു സൈഡിൽ കൂടെ നമ്മളത് പോസിറ്റീവ് ആയിട്ടുള്ള കൂടെ ചെയ്താലും നടക്കത്തില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ നല്ല രീതിക്ക് വന്നാലേ നമുക്ക് പോസിറ്റീവ് മാത്രമായിട്ട് വന്നാലേ നമ്മുടെ വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പിന്നെ
ഇത് ഓരോരുത്തരും വേറെ കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ചിലരൊക്കെ എൻ്റെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ഫോൺ നമ്പർ തരാമോ, ഒരു കാര്യം ചോദിക്കാനാണ്. സംശയം, ഞാൻ ഒരിക്കലും ഒരു ജോത്സ്യനല്ല, ഞാനത് വീണ്ടും പറയുന്നു, ഞാൻ ജോത്സ്യം പഠിച്ച ആളല്ല. പക്ഷേ എൻ്റെ അനുഭവങ്ങളിലൂടെയും എനിക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി അറിയാവുന്നവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്, ഇത് എന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ച്. അങ്ങനെ മനസ്സിലാക്കിയും കൂടെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഉപ്പുവിളക്ക് കത്തിക്കുന്നതിന് ഇത് കാണിച്ചു. അത് നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഉപ്പുവിളക്ക് എന്നുള്ളത്. അത് ഓരോരുത്തരും ഓരോ രീതിക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഉപ്പുവിളക്ക് കത്തിക്കുന്നത് നെയ്വിളക്കും തെക്കോട്ടാണ് വെക്കുക, ഒരിക്കലും അല്ല, അത് നേരെ കിഴക്കോട്ട് തന്നെ. നമ്മൾ വിളക്ക് എപ്പോഴും കത്തിക്കുന്നത് കിഴക്ക് വശത്തോടാണ് തിരിയിട്ട്, കിഴക്കും പടിഞ്ഞാറും തിരിയിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. പിന്നെ നമ്മൾ 5 തിരിയൊക്കെ ഇട്ട് ഇങ്ങനെ കത്തിക്കും. പക്ഷേങ്കിൽ നമ്മൾ 2 തിരിയിട്ട് കത്തിച്ചാലോ 1 തിരിയിട്ട് കത്തിച്ചാൽ അത് കിഴക്കോട്ട് മാത്രമായിരിക്കണം. 2 തിരിയിട്ട് കത്തിക്കുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായിട്ട് കത്തിക്കണം. അപ്പോൾ തെക്കോട്ട് ഒരിക്കലും വെച്ച് ഇങ്ങനെ കത്തിക്കരുത്. അത് അടിയിലിരിക്കുന്ന ചിരാതാണ് തെക്കോട്ട് വെക്കാൻ ഞാൻ പറഞ്ഞത്. അതൊരു നെഗറ്റീവ് പോകുന്നതിൻ്റെ ഇതായിട്ടാണ് ആ ഉപ്പ് നിറച്ച ചിരാതിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓരോരുത്തർ സംശയങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ ജോത്സ്യനല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നേ ഉള്ളൂ. അതിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കിട്ടട്ടെ എന്ന് കരുതിയാണ്. നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് എന്നിൽ നിന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ, ഒത്തിരി പേര് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും മെസ്സേജ്, പണ്ട് ഞാനിട്ട വീഡിയോയുടെ പോലും ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്നലെ ഒരു വീഡിയോ ഇട്ടതിനകത്ത് വന്നിച്ച് പറഞ്ഞു, ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. ഉപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് നേരത്തെ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും വന്ന് ഇങ്ങനെ കമൻ്റ് ഇടുന്നത്, റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. ചിലർ വന്ന് ചോദിക്കാറുണ്ട്, ഇട്ട ഉടനെ തന്നെ റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലുമല്ല, അവർക്ക് ഞാൻ നേരത്തെ എൻ്റെ ചാനലിലൂടെ തന്നെ ഈ വീഡിയോയെ പറ്റി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷമാണ് അവർ വന്നിച്ച് റിസൾട്ട് പറയുന്നത്. അപ്പോൾ റിസൾട്ട് പറയുമ്പോൾ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോയ്ക്ക് വന്നിച്ചായിരിക്കും റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നത്. അന്നേരം ആദ്യമായിട്ട് കാണുന്ന ഒരാളോർക്കും ഈ വീഡിയോ അങ്ങോട്ട് ഇട്ടതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടിയെന്ന്. അതാണ് അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുക. നേരത്തെ മുതൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും ഒരു പ്രാർത്ഥനയുടെ കാര്യമാണ്. അത് വീണ്ടും 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 ഒരുപാട് തവണ എന്നെക്കൊണ്ട് ഒത്തിരി പേര് ഇടിയിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഇടുമോ, അതെന്നാന്ന് അറിയാനാ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ്. എൻ്റെ അനുഭവം വെച്ചു അതെ, എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ഇത് ഞങ്ങൾക്കെല്ലാം റിസൾട്ട് കിട്ടി എന്നും പറഞ്ഞു. ഒത്തിരി പേര് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടല്ലോ എന്നുള്ളതിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ചിലർ പറയാറുണ്ട് പറഞ്ഞ് നീണ്ടു പോകുന്നത്. ഞാൻ അതിനാണ് ആദ്യമേ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തീർത്തത്. കാര്യം നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞു തീർത്തേച്ച് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒത്തിരി ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട. എല്ലാവർക്കും തിരക്കുള്ളവരാണ്, എല്ലാവരും സമയത്തിന് വിലയുള്ളവരാണ്, എനിക്കും തിരക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാതെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി ഞാൻ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പറഞ്ഞിട്ട് ഞാൻ ഓർത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങളോട് അറിയിച്ചേക്കുന്നത്. പിന്നീട് മറ്റേതെങ്കിലും ഒരു വീഡിയോയിലൂടെ നമ്മൾ ഓർക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ.